ഗെയ്സ് നമസ്കാരം, സന്തോഷാണ്. ഇന്നലെ നാളികേരം എടുക്കാൻ വേണ്ടിയിട്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നാളികേരം എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ വ്യക്തിയുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അങ്ങോട്ടേക്ക് ഒരു മലയുടെ മണ്ടയിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ, നെടുമ്പോയ്ക്ക് സമീപമാണ്. അപ്പോൾ ഇതൊരു പോക്കറ്റ് റോഡിലൂടെ കയറിയിട്ട് നമുക്ക് ഒരു മലയുടെ സൈഡിലെത്തണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വികസനമൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. റോഡിലെല്ലാം നല്ല കുഴികളും ഒക്കെ ഉണ്ട്. എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. എന്നാൽ ഇവരെല്ലാം സർക്കാർ സർവീസെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ അധികം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. റൈറ്റിലേക്ക് നമ്മൾ തിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കര നല്ല കട്ടറാണ്. ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ഇല്ല കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ഇല്ല. അപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് ഓടിച്ച് റോഡിൻ്റെ കണ്ടീഷനൊന്ന് നോക്കി, എന്നിട്ട് പയ്യെ ഫോർ വീലിൻ്റെ ലിവർ വലിച്ചിട്ടിട്ട്, എന്നിട്ടും വണ്ടി കല്ലേ കൂടെ ചാടി ഒരു വിധത്തിലാണ് കേട്ടോ മുന്നോട്ട് പോയേ. പക്ഷേ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, നമുക്ക് ഒരുപാട് ദൂരം ചുമക്കണം കേട്ടോ. ഈ നാളികേരം ഒരുപാട് ദൂരം നമുക്ക് ചുമക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ ചാടി ആ ഗട്ടറുള്ള ഭാഗം കയറി കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൽ റൈറ്റിലെല്ലാം കാണുന്നത് ഈ കുറിച്ചർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് നമ്മളെ എസ്റ്റേറ്റ് ഉള്ളത്. നമ്മുടെ എസ്റ്റേറ്റിൽ താമസിക്കുന്നത് നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ബാലേട്ടൻ്റെ കുടുംബമാണ്. ബാലേട്ടൻ തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ ബാലേട്ടൻ ഞങ്ങളുടെ കമ്പനി തന്നെ വേറൊരു ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ബാലേട്ടൻ്റെ മക്കളും ഒക്കെ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾക്ക് മുട്ടായിയെല്ലാം വാങ്ങി, ബാലേട്ടൻ്റെ മക്കൾക്ക് മുട്ടായിലായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇറക്കം കഴിഞ്ഞു. ആ ഒരു നിരന്ന ഭാഗം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലിക്കൊന്നും പ്രയാസമില്ല കേട്ടോ. റബ്ബർ വെട്ടും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇത് വീൽ വൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സൈഡിലെല്ലാം ഭയങ്കര കാടും ഫുള്ള് കട്ടറാട്ടോ. ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത പിടികിട്ടില്ല. ഇനി ഇതുണ്ടോ, ഇത് ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റം. അപ്പോൾ അതായത് വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് കയറുന്നത്. ശരിക്കും വണ്ടി നമ്മൾ സ്ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളെ ടാക്സിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ അവന് വരാൻ പ്രയാസം കാണിക്കും കേട്ടോ. ടാക്സിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പ്രയാസം കാണിക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറിയിട്ട് റൈറ്റിലോട്ട് കുത്തനെയുള്ളൊരു ഇറക്കമുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് ഒടിച്ചിറങ്ങണം കേട്ടോ. ശകലം പ്രയാസമുണ്ട്. ക്രോസിലേക്ക് ഒരു പൈപ്പ് ക്രോസിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് അവിടെ ചവിട്ടി കേട്ടോ. ആ പൈപ്പിൽ ചവിട്ടുമോയെന്ന് അല്ല മേലെ ഭാഗം തട്ടുമോയെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർത്ത് പിടിച്ചിട്ട് വണ്ടി റൈറ്റിലേക്ക് തിരിക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഞാൻ ഇവിടുന്ന് മാക്സിമം ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് കയറ്റിയാലേ നമുക്ക് അങ്ങനെ തിരിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ പച്ച നെറ്റ് കാണുന്നില്ലേ, ആ പച്ച നെറ്റിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് വേണം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകാൻ. അപ്പോൾ അവിടുന്ന് മേലോട്ട് പോകുമ്പോഴും നമ്മുടെ പറമ്പ് തന്നെയാണ്. പക്ഷേങ്കിൽ അത് പിന്നെ ഇടാനൊരു സൗകര്യത്തിന് നമ്മൾ താഴേക്ക് ചുമന്നിട്ടതാണ്. എസ്റ്റേറ്റിൽ കൂടെ തന്നെ താഴേക്ക് ചുമന്നിറക്കിയിട്ടതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയുക കേട്ടോ. റൈറ്റിലേക്ക് കുത്താനുള്ള ഇറക്കമാണ്. ഫസ്റ്റിൽ വരുന്ന ഡ്രൈവറൊക്കെ ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പേടിച്ചു പോവും. ഇത്രയ്ക്കും ഇറക്കുമായിരുന്നു കേട്ടോ. അത് പയ്യെ ഇറങ്ങി. അപ്പോൾ ആ പൈപ്പ് കണ്ടോ, മേലെ ഓസ് കണ്ടോ, ആ ഓസ് ഞാൻ കൈകൊണ്ട് പയ്യെ മേലേക്ക് എൻ്റെ ഒരു കൈ കൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ പയ്യെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വണ്ടിയിലൊന്നും തട്ടാത്ത രീതിയിൽ, സ്ക്രാച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ പയ്യെ ഇറങ്ങി കേട്ടോ. പയ്യെ ഇറങ്ങിയിട്ട് ഞാൻ ആ പൈപ്പിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീലെല്ലാം നേരെയാക്കി, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാലേട്ടൻ്റെ മക്കളുണ്ടാവും, നമ്മൾ വരുന്നത് നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. മക്കൾക്ക് മിഠായി എല്ലാം വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ മിഠായി എല്ലാം കൊടുത്തിട്ട് ആ വീടിൻ്റെ മുറ്റത്തുനിന്ന് വണ്ടി തിരിച്ചിട്ട് വേണം എനിക്ക് തേങ്ങ കയറ്റാൻ. അപ്പോൾ തേങ്ങയെല്ലാം കയറ്റി പോയിട്ട് വേണം ഇന്നത്തെ ജോലി കഴിഞ്ഞ്. അപ്പോൾ വേറെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ആ കഷ്ടപ്പാട് പിടിച്ച സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് എത്തി. ഇനി തിരിച്ച് കയറുന്ന വീഡിയോ ആണ് കേട്ടോ. തിരിച്ച് കയറുന്നത് പിന്നെ ഒരു ലോഡും പുറത്ത് ആ കയറ്റം കയറുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എങ്കിൽ കൂടി ആ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കും കേട്ടോ.